ഇപ്പൊ സോണിയാഗാന്ധിയുടെ ഒപ്പം രണ്ടുപേർ ഈ പ്രതിയുമായിട്ട് കട്ടയാൾ, വിറ്റയാൾ, അതിന് തുടച്ചേ നിന്നയാൾ, 3 പേരും ഒറ്റ ഫ്രെയിമിൽ എങ്ങനെ വന്നു? അജിതയ്ക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിലൊന്നും ചെല്ലാൻ പറ്റും? പ്രശാന്ത് രഘുവംശത്തോട് ചോദിച്ചു നോക്ക്. അനുമതിയൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പാർലമെന്റ് മെമ്പർമാരായിരുന്ന കാലത്തോടും കാണാൻ പറ്റില്ല. ഞാൻ ഇത് എന്ത് നിങ്ങൾ തെന്നിരിക്കണേ? അജിത, ഇത് പറയൂ. ഞാൻ ചോദിച്ചത് നിങ്ങൾ ചോദിക്കേണ്ട അപ്പോ അദ്ദേഹം ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പം ചിത്രം കണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ നിങ്ങളെല്ലാവരും ഉണ്ടായല്ലോ, എന്താ നടന്നതെന്നുള്ളത്. പ്രധാനമന്ത്രി വളരെ സുരക്ഷയുള്ള ഒരാളുടെ അടുത്ത് 2 MP-മാർ ഈ കട്ടയാൾ, വിറ്റയാൾ, അതിന് ഉപയോഗിച്ചയാൾ 3 പേരെയും ഒന്നിച്ച് ബെല്ലാരിക്കാരെ കൊണ്ടുപോകുമ്പോൾ അവരിത് കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോൾ, സാധാരണ ഈ ഇസഡ് കാറ്റഗറി ഉള്ളവരുടെ അടുത്തേക്ക് ഇത് കെട്ടിക്കൊടുക്കുമ്പോൾ തന്നെ ഇവർ പരിശോധിക്കുന്ന. ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തെങ്കിലും പ്രതിപക്ഷം പറഞ്ഞോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? അല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? അത് വേറെ കാര്യം. അതിപ്പോ SIT അല്ലേ നോക്കണം, നമ്മളല്ലല്ലോ. SIT ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ. ഇന്നാളെ അറസ്റ്റ് ചെയ്യണം, ഇന്നാളെ ചോദ്യം ചെയ്യണം നമ്മൾ പറയുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു ഇതിന് ചോദിക്കും, നിങ്ങൾ ശക്തമായി ചോദിക്കേണ്ട ഇവരെങ്ങനെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ആളുടെ അടുത്ത് പോയി എന്നുള്ളത് അസംബ്ലിയിൽ നിങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളോടെങ്കിലും ഒന്ന് പറയൂ എന്ന് നിങ്ങൾ പറയണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ഉത്തരം കിട്ടിയോ? അപ്പം തെറ്റി. ഇപ്പൊ ഞാൻ പോകുന്നു, എന്റെ കൂടെ ഒത്തിരി ആളുടെ ഫോട്ടോ എടുക്കും. മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ നിൽക്കുന്നു, ഒത്തിരി ആളുടെ ഫോട്ടോ എടുക്കും. ഇത് സോണിയാഗാന്ധിയെ പോലുള്ള ആളുടെ അടുത്ത് ഈ 3 പേര് ഒന്നിച്ച് ഒരു MP, അതുപോലെ തന്നെ അമ്മത്തെ 2 MP-മാർ, അത് ഒരു തവണയല്ല, നിങ്ങൾ കേക്ക്, ഒരു തവണയല്ല 2 തവണയെന്ന് MP എന്നെ സാക്ഷ്യപ്പെടുത്തി. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ച ചോദ്യത്തിന് ഇതേവരെ ഉത്തരം കിട്ടിയോ? നിങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരൊന്ന് അന്വേഷിക്കണ്ടേ? ഇതാര് വഴി? ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആര് വഴി? ഒരു അന്വേഷണ സംഘം, ജേർണലിസ്റ്റുകൾ നോക്കണ്ട ആര് വഴി? സോണിയാഗാന്ധി തെറ്റിയത് ഞങ്ങൾ പറയുന്നില്ല. സോണിയാഗാന്ധിയെ പോലൊരാളുടെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ അടുത്തേക്ക് ആര് വഴി? കട്ടയാൾ, വിറ്റയാൾ, 3-മത്തെ ആൾ ഗോവർദ്ധൻ, 3 പേരും ഒറ്റ ഫ്രെയിമിൽ കുറ്റമുതൽ വാങ്ങിയാൽ എങ്ങനെ വന്നു? അല്ല, ഇത് പറയും. ഇത് സോണിയാഗാന്ധിയുടെ അതേ സെക്യൂരിറ്റി അവിടെ ഉണ്ടോ എന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. അല്ല, സോണിയാഗാന്ധിയുടെ അതേ അത് അവർ വിസ്തീരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇത് അതിനേക്കാൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണേ അറിയാലോ. ഇത് വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാൽ നിങ്ങളൊന്ന് അന്വേഷിക്കുക ആര് വഴിയാണെന്നുള്ളത്.